മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. ബ്ലോക്ക് ഓഫീസിൽ നടന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷത വഹിച്ചു. രാസലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുവാൻ രണ്ടാം നവോത്ഥാന മുന്നേറ്റത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിൽ നടപ്പിലാക്കുന്ന ഏറ്റവും അഗ്രസീവായ ഒരു ക്യാമ്പയിൻ്റെ തുടക്കമാണ്, അതിൻ്റെ ഭാഗമാണ്. ഞാൻ തീർച്ചയായും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ലഹരിക്കെതിരായ പോരാട്ടം അതൊരു നാടിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിനപ്പുറമായ ഒരു തലമുറയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ലഹരിക്കെതിരായ പോരാട്ടത്തെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കുവാൻ ആഗ്രഹിച്ചവരല്ല നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ ലഹരിക്കെതിരായ പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കേരളം എങ്ങനെ ഇത്തരത്തിൽ ലഹരി മാഫിയയുടെ കരങ്ങളിലേക്ക് എത്തപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത് കേരളത്തിൽ ഭരണനേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും നേർക്കാണ്. കേരളത്തെ ലഹരി മാഫിയയുടെ വിളനിലമാക്കി കൊടുക്കുവാൻ, അവർക്ക് ഈ കേരളത്തെ വിട്ടുകൊടുക്കുവാനുള്ള ശ്രമങ്ങൾക്കാണ് കഴിഞ്ഞ കുറേ നാളുകളായി അധികാരത്തെ പണസമ്പാദനത്തിന് വേണ്ടി മാത്രം ദുരുപയോഗം ചെയ്ത് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ CPM-ഉം ഈ ഗവൺമെന്റും ശ്രമിച്ച് മുന്നോട്ട് പോകും. ഇവിടെ മുളച്ചേട്ടൻ സൂചിപ്പിച്ചു, ലഹരിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വാർത്തകൾ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ സ്ത്രീ സുരക്ഷയാണ് മുദ്രാവാക്യമാക്കിയത്. അവർ പറഞ്ഞു, കേരളത്തിന്റെ ഒരു വീട്ടമ്മ പോലും ഇനിയും തലക്കീഴിൽ വാക്കത്തി വെച്ച് കിടന്ന് ഉറങ്ങേണ്ട ഗതികളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് വീടിന് പുറത്തുള്ളവരെ ഭയന്നായിരുന്നെങ്കിൽ ഇന്ന് വീടിനുള്ളിൽ പോലും, വീടിന് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ പുറത്ത് സംഭവിക്കുന്ന അവിടെ നിൽക്കട്ടെ, സ്വന്തം വീടിനുള്ളിൽ പോലും ഗൃഹാന്തരീക്ഷം പോലും സുരക്ഷിതമല്ല എന്ന അപകടകരമായ സ്ഥിതിയിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ അപകടകരമായ ലഹരി വ്യാപനത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റിനും CPM നേതൃത്വത്തിനും ഒഴിഞ്ഞുമാറാനാവില്ലെന്നും അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരായ പോരാട്ടം ഫലത്തിൽ ഗവൺമെന്റിനും CPM-നുമെതിരായ പോരാട്ടമായി മാറുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് KR മുരളീധരൻ, നഗരസഭാ ചെയർമാൻ നാൻസി കുറ്റിശ്ശേരിൽ, വൈസ് ചെയർപേഴ്സൺ T കൃഷ്ണകുമാരി, KPCC അംഗം കുഞ്ഞുമോൾ രാജു, UDF നിയോജക മണ്ഡലം ചെയർമാൻ K ഗോപൻ, DCC സെക്രട്ടറിമാരായ ലളിത രവീന്ദ്രനാഥ്, MK സുധീർ, മണ്ഡലം പ്രസിഡന്റുമാരായ മാത്യു കണ്ടത്തിൽ, G രാജീവ് കുമാർ, P പ്രകാശ്, DCC അംഗങ്ങളായ കുറത്തിക്കാട് രാജൻ, SY ഷാജഹാൻ, പഞ്ചവടി വേണു, KC ഫിലിപ്പ്, DKTF ജില്ലാ വൈസ് പ്രസിഡന്റ് N മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് മാവേലിക്കര.